ഞാൻ ധൈര്യസമയത്ത് ഒരു ഡിസിഷൻ എടുത്തു. എനിക്കറിയാം നിന്നാൽ ഹരാസ്മെന്റ് ഉണ്ടാവും, ജയിലൊക്കെ പോകേണ്ടി വരും. ഇതെല്ലാം ഞാൻ ഫേസ് ചെയ്തു. ജയിലിൽ പോയി 3 പ്രാവശ്യം പോയി. ഇപ്പം മിഡിൽ ഈസ്റ്റിന്റെ ഫ്യൂച്ചർ എന്താണ്? EVയും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇത് മിഡിൽ ഈസ്റ്റിനെ ബാധിക്കുമോ? എന്താണ് നൂർഖാൻ്റെ ഒരു അഭിപ്രായം? സ്വാഭാവികമായിട്ടും ടെക്നോളജി മാറുമ്പോൾ അതിനനുസരിച്ച് ഡിമാൻഡ് കുറയാൻ സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ വേറെ പല മേഖലകളിലേക്ക് മാറുന്നുണ്ട്. അവർ ഓയിലിന് ഡിമാൻഡ് കുറയും എന്ന് കരുതിയിട്ടല്ല, അഥവാ ഓയിലിന്റെ പ്രൊക്യൂർമെന്റ് അത് കുറഞ്ഞാലോ എന്നാണ്. കാരണം അത് എത്രമാത്രം അളവിൽ അവിടെ ഉണ്ടെന്ന് ഒരുപക്ഷെ അവർക്ക് അറിയണമെന്നില്ല. നമ്മൾ ചെറിയ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ നമുക്ക് വലുതാവണമെങ്കിൽ ബാങ്കിന്റെ സഹായം വേണം. കാശ് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അത് ബാധകമല്ല എന്നുള്ള അവർ നമ്മളെ പരമാവധി ഹരാസ് ചെയ്യും. ആ ഹരാസ്മെന്റ് അന്നൊക്കെ ഇവിടെ അറിയാലോ, ചെക്ക് എന്ന് പറഞ്ഞ ക്രിമിനൽ കേസായിരുന്നു. ആ സമയത്ത് എന്റെ മുമ്പിലും ഓടണോ നിൽക്കണോ രണ്ട് ഓപ്ഷനാണ്, ഓടണം അല്ലെങ്കിൽ നിൽക്കണം. അതെ, ഞാൻ ധൈര്യസമയത്ത് ഒരു ഡിസിഷൻ എടുത്തു. എനിക്കറിയാം നിന്നാൽ ഹരാസ്മെന്റ് ഉണ്ടാവും, ജയിലൊക്കെ പോകേണ്ടി വരും. ഞാൻ നിൽക്കാൻ തീരുമാനിച്ചു. ഇതെല്ലാം ഞാൻ ഫേസ് ചെയ്തു. ജയിലിൽ പോയി 3 പ്രാവശ്യം പോയി. ഇന്ന് ഞാൻ ഓടിയിട്ടുണ്ടെങ്കിൽ ഞാനൊന്നും ആവില്ല. എനിക്കറിയാം ഇൻ കേസ് ഇത് പിടിച്ചതെല്ലാം തിരിച്ചു വരും. ഇതൊന്നും കാലാകാലം ഇങ്ങനെ ആവില്ല. എണ്ണ വില തിരിച്ചു വരും, മാർക്കറ്റ്. ആ വിശ്വാസത്തിൽ ഞാൻ പിടിച്ചു. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക്